ചെയ്യണ്ട, ഞാൻ ഓങ്കാരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. തുടങ്ങിക്കോളൂ കേട്ടോ, വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. സായിരാം കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാദങ്ങളിൽ ശതകോടി പ്രണാമം. നമ്മളുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന കാസർഗോഡ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സതീശൻ സാർ, അതേപോലെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ലക്ഷ്മണൻ സാർ, വത്സല ചേച്ചി, എല്ലാ സഹോദരി സഹോദരന്മാർക്കും സായിരാം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ പേര് നിഷ സോമൻ, സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് ചാർജാണ്. അതിൻ്റെ മുമ്പേ കോഴിക്കോട് ജില്ലേൻ്റെ മഹിളാ കോർഡിനേറ്റർ ആയിരുന്നു. ഇപ്പം ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ആദ്യം അറിയില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കഴിവൊന്നും ഉണ്ടെന്ന്. പക്ഷെ നമ്മളുടെ ഷൊർണൂരിൽ നടത്തുന്ന നമുക്കറിയാലോ കൗൺസിലിംഗ് കോഴ്സ്, അതിനെ അറ്റൻഡ് ചെയ്തു. അവിടെ പ്രാക്ടിക്കലും കോഴ്സ് കംപ്ലീറ്റ് ഒരു 1.5 വർഷത്തോളം കോഴ്സ് ഉണ്ടായിരുന്നു. താമസിച്ചിട്ടൊക്കെയാണ് അവിടെ പഠിച്ചത്. ഷൊർണൂർ സമിതിയിൽ അനന്തമോഹൻ സാറ്, ഡോക്ടർ അനന്തമോഹൻ സാറ് നടത്തിയ. അതിനുശേഷമാണ് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് കുറച്ച് മനസ്സിനെ പറ്റിയൊക്കെ പഠിച്ച് ഒരു ഫാമിലി കൗൺസിലറായിട്ട് ഇപ്പം തുടരുന്നു. സായിരാം. ഇനി വായിക്കാലോ അല്ലേ? വായിക്കാം. ആദ്യം ഇത് വായിക്കാൻ പോകുന്നതിന്റെ മുമ്പേ ഒരു ചെറിയ ഇന്നുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. കാരണം ഞാൻ ഇപ്പൊ പാലക്കാടിലാണ്, കോഴിക്കോടാണെങ്കിലും കൂടി ഇന്ന് പെട്ടെന്ന് ഒരു ആവശ്യാർത്ഥം പാലക്കാട് വരേണ്ടി വന്നു. പക്ഷെ വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഓർമ്മയുണ്ട്, പക്ഷെ വായിക്കാനുള്ള ബുക്കൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ എത്തിയ സമയത്ത് ഞാൻ അതും 7 മണിയൊക്കെ ആയപ്പോഴാണ് ഒന്ന് സാറെ വിളിച്ചപ്പോഴാണ് വായിക്കണം എന്നുള്ള രീതി. അപ്പം പെട്ടെന്ന് ഞാൻ വെച്ചു, അയ്യോ ബുക്ക് വാണികളൊന്നും ഇല്ലാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ താമസിക്കുന്ന സിസ്റ്റർ ഇൻ ലോ പെങ്ങളുടെ വീട്ടിലാണ്. അവർ ഇവിടുത്തെ സമിതികളിലൊന്നും പോകുന്നവരല്ല, അപ്പൊ ബുക്കുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ പിന്നെ ഇവിടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ, സ്വാമി നമുക്ക് വേണ്ടി കരുതി വാഹിനി എന്ന് പറയും. ആ വാഹിനിയിലുള്ള സ്വാമി പറയും നമ്മളുടെ ആശ്രമങ്ങളെ പറ്റിയിട്ടൊക്കെ സ്വാമി പറയുന്നുണ്ടല്ലോ, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം. അപ്പൊ അതിനെ പറ്റിയിട്ട് ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഭക്തര്. അതിന്റെ ആൻസർ പറയുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. അതായത് 4 ആശ്രമത്തിനെ പറ്റിയിട്ട് നമുക്കറിയാലോ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ് ആശ്രമങ്ങൾ. ഇതിൽ ചോദിക്കുകയാണ്, ബ്രഹ്മചര്യം എന്തെന്നും ഏതവസ്ഥയെന്നും പല പ്രകാരേണ പലരും വിവരിച്ചു കാണുന്നുണ്ട്. അതിന്റെ ശരിയായ പ്രാധാന്യം എന്തെന്ന് അവിടുന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമെന്നുണ്ട്. ആ ആശ്രമത്തിന്റെ പ്രാധാന്യം പറഞ്ഞാലും. അപ്പൊ അതിന് ഉത്തരം ഭഗവാൻ പറയാണ്, വളരെ നല്ലത്. ഗൃഹസ്ഥാസ്ഥന്മാരല്ലാത്തവരെല്ലാവരും ബ്രഹ്മചാരി എന്ന പേരിന് അർഹരാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് വളരെ തെറ്റാണ്. യാതൊരുത്തനാണോ ലൗകിക വിഭ്രാന്തികളിൽ നിന്ന് മനസ്സ് വേർപെട്ട് നിൽക്കുന്നത്,
യാതൊരുവനാണോ ഈശ്വര ചിന്തയിൽ മാത്രം മനസ്സുറപ്പിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? യാതൊരുവനാണോ സുഖദുഃഖങ്ങൾക്ക് കീഴടങ്ങാതിരിക്കുന്നത്? യാതൊരുവനാണോ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സ്വബോധത്തോടു കൂടി ബ്രഹ്മതത്വത്തെ മാത്രം ചിന്തിക്കുന്നത്? അവൻ മാത്രമേ ബ്രഹ്മചാരി എന്ന പേരിന് അർഹനാവുന്നുള്ളൂ. അടുത്ത ചോദിക്കുന്നത്, ഗൃഹസ്ഥാശ്രമം എന്നാൽ എന്താണ് കൃത്യമായി പറയാമോ? അപ്പൊ ഉത്തരം, വിവാഹിതനായി ഭാര്യ മക്കൾ ഒന്നിച്ച് ജീവിക്കുന്നത് ഗൃഹസ്ഥാശ്രമ ജീവിതം എന്ന് സാധാരണ പലരും ധരിച്ചിട്ടുള്ളത്. ശരി. ഓരോ കുലത്തിലും അവസ്ഥാനുസരണം ലഭിച്ച ചുമതലകൾക്ക് ഭംഗം വരാത്ത വിധം എല്ലാവരോടും സമത്വത്തിൽ പെരുമാറുകയും വേണം. ബന്ധുക്കളോടും മറ്റു സ്വജനങ്ങളോടും വ്യത്യാസമന്യേ പെരുമാറണം. തന്നേക്കാൾ പ്രായം കൂടുതലുള്ളവരോട് കടപ്പാടുകളും പ്രായം കുറഞ്ഞവരോടുള്ള ചുമതലകളും ശരിയായി നിർവഹിക്കുക. സഹതാപവും സഹായിക്കുവാനുള്ള മനസ്ഥിതിയും ഉണ്ടായിരിക്കുക. ആശ്രിത വത്സലനായിരിക്കുക. ലോക ജീവിതത്തിലെ ദൈനംദിനാനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ ബുദ്ധിമാനായി തീരുക. ശാസ്ത്രാദികൾ ധരിച്ച് ധർമ്മനിരതനാവുക. ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കരുത്. ചുമതലാ ബോധത്തോടു കൂടി പുത്രാദികളെ സംരക്ഷിക്കണം. കുടുംബം, സമ്പത്ത്, സ്വഭാവം, വ്യക്തി സൗന്ദര്യം, യൗവനം, പാണ്ഡിത്യം, ജന്മദേശം, സംയമഗുണം ഇത്യാദി അഷ്ടഗുണമേന്മയിൽ നിന്ന് ഉത്ഭവമാകുന്ന അഹങ്കാരത്തെ കീഴടക്കിയിരിക്കണം. ലൗകിക സമ്പത്ത് ധാരാളം ഉണ്ടെങ്കിലും അതിൽ അഹങ്കരിക്കാതെ ധർമാർത്ഥ കാമമോക്ഷം എന്ന ലക്ഷ്യപ്രാപ്തി കൈവിടാതെ ഇരിക്കുക. നിത്യേന അല്പസമയമെങ്കിലും പരോപകാരത്തിന് വേണ്ടി വിനിയോഗിക്കുക. അതും അവരിൽ നിന്ന് ഗുണഫലം സിദ്ധിക്കണമെന്ന ചിന്ത കൂടാതെ ചെയ്യണം. സ്വപത്നിയിൽ വിശ്വാസം നേടുകയും സ്വപത്നിയിൽ വിശ്വസിക്കുകയും അങ്ങനെ പരസ്പര വിശ്വാസത്തോടും ധാരണയോടും കൂടി ജീവിക്കുക. ഏതാണ്ട് ആ ജീവിതമായാൽ ഗൃഹസ്ഥാശ്രമമായി. അടുത്ത ചോദിക്കുന്നത്, വാനപ്രസ്ഥം എന്നാൽ എന്താണ്? ആ അവസ്ഥയിലാണ് ദ്വിത്വബോധം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്ന് മനുഷ്യൻ അറിയുന്നത്. അവൻ എല്ലാ ആശകളും ഉപേക്ഷിക്കുന്നു. ലോകത്തോടുള്ള സർവബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുന്നു. ജനനിബിഡതയിൽ നിന്നൊഴിഞ്ഞ് ജപാദി ധ്യാനങ്ങളിൽ വ്യാപൃതനായി ഏകാന്ത ജീവിതം വരിക്കുന്നു. പാകം ചെയ്യാത്ത ഭക്ഷണം, പ്രധാനമായും പഴവർഗ്ഗങ്ങൾ, ഇലകളും ആവശ്യം മാത്രം ഭക്ഷിക്കുന്നു. മഹർഷി വര്യന്മാരും പുണ്യാത്മാക്കളും ഒത്ത് ജീവിക്കുന്നു. അവരുടെ സുഭാഷിതങ്ങൾ ശ്രദ്ധിച്ച് നിത്യമുക്തി മാർഗം സ്വീകരിക്കുന്നു. ഭാര്യപുത്രാദികൾക്ക് ജീവിക്കുന്നതിനുള്ള ആവശ്യ ധനധാന്യങ്ങൾ സമ്പാദിച്ചു കൊടുക്കുന്നത് അവരുടെ സമ്മതപ്രകാരം ഏകാന്തതയിലായിരിക്കണം. ആത്മീയതയ്ക്ക് യാത്രയ്ക്ക് സഹയാത്രികയായി പോരാൻ സ്വഭാര്യ തയ്യാറാണെങ്കിൽ അവരെ കൂടി കൊണ്ടുപോകുന്നത് തന്നെ വേണം. തദനന്തരം ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ജീവിതമല്ല സഹോദരി സഹോദര ബന്ധത്തിലാണ് വർത്തിക്കേണ്ടത്. ഇതെല്ലാം സാധ്യമാണെങ്കിൽ കുടുംബജീവിതം തന്നെ വാനപ്രസ്ഥമായി മാറ്റാം. മറിച്ച് ആദ്യ ജീവിതം പോലെ തന്നെയാണെങ്കിൽ വാനപ്രസ്ഥവും വാനപ്രസ്ഥമാകുന്നതല്ല. വൈവാഹിക ജീവിതം നയിക്കുന്ന കുടുംബത്തിൽ വാനപ്രസ്ഥ ജീവിതം ആശിക്കുന്നവർ താമസിക്കരുത്. ആണ്ടുതോറും ഓരോരോ കാലത്ത് ചെയ്തു തീർക്കാൻ പ്രതിജ്ഞ ചെയ്തതെല്ലാം അതാത് സമയം ചെയ്തു തീർക്കണം. ശാരീരിക സുഖങ്ങളിൽ ആകൃഷ്ടനാകരുത്. എപ്പോഴും കരുതിയിരിക്കണം. അശക്ത മനസ്സാകരുത്. വെയിലും മഴയും മഞ്ഞും കാറ്റും അതിജീവിക്കണം. ഭഗവത് ചിന്തയിൽ ഒഴികെ മറ്റൊന്നും മനസ്സ് കേന്ദ്രീകരിക്കരുത്. ആ അനുഭൂതിയിലാണ് വാസം ഉറപ്പിക്കേണ്ടത്. ഇനി അടുത്തത് സന്യാസം. ഞാൻ സമയം നോക്കിയതാണ്. ലൗകിക വിഷയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും തികച്ചും വിമോചിതനാകുന്ന അവസ്ഥയാണിത്. ഈശ്വര ചിന്ത മാത്രം ജീവിതോദ്ദേശമായി കരുതണം. ഏതു കാലത്തും ഏതു സമയത്തും അസ്തിത്വം പോലും അതിനുവേണ്ടി മാത്രമുള്ളതായിരിക്കണം. അത്തരം ജീവിതമാണ് സന്യാസിക്ക് അഭികാമ്യവും സന്യാസി ഇഷ്ടപ്പെടുന്നതും വില കൽപ്പിക്കുന്നതും. സമ്പത്തും ബന്ധുജനങ്ങളും നശ്വരമെന്ന കരുതി പെരുമാറണം. ഉപനയനാദി സംസ്കാര കർമ്മങ്ങൾ പോലും അഗണ്യമാക്കുന്നു.
സർവസംഘ പരിത്യാഗിയുടെ കാഷായ വസ്ത്രം ധരിക്കുന്നു. ജനത മധ്യത്തിൽ ജീവിക്കുന്നില്ല. നാമമാത്രമായ തുച്ഛ ആഹാരം കൊണ്ട് ജീവിക്കുന്നു. ആഹാരം ലഭിക്കാത്ത സ്ഥലത്തെക്കുറിച്ച് പരാതിയില്ല. ഒരേ സ്ഥലത്ത് 2 ദിവസം തുടർച്ചയായി താമസിക്കുകയോ 2 നേരം തുടർച്ചയായി ആഹാരം കഴിക്കുകയോ ചെയ്യുന്നില്ല. ആഹാരവും നിദ്രയും ഉപേക്ഷിക്കുന്നതിന് പോലും ശീലിക്കുന്നു. കാലാവസ്ഥയുടെ കാഠിന്യം വകവെക്കുന്നില്ല. അവൻ സദാ സംതൃപ്തനും സന്തുഷ്ടനുമായി ഈശ്വര ചിന്തയിൽ മാത്രം ലയിച്ച് ധ്യാനനിരതനായി ഭഗവത് സാന്നിധ്യത്തിൽ സുഖിയായി ഭവിക്കുന്നു. ഇത്ര സമയം പറഞ്ഞത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല. സായിരാം, നീ ഇത് പറഞ്ഞോളൂ, അനുഭവം പറഞ്ഞു. അനുഭവം. ഓക്കെ സായിരാം. നേരത്തെ പറഞ്ഞു കോഴിക്കോടാണ് എൻ്റെ വീട്. എനിക്ക് ഭർത്താവ് 2 ആൺകുട്ടികളുമാണ്. അപ്പൊ ഞാൻ ബാലവികാസം മുതല് ഇതിൽ വന്നു തുടങ്ങിയതാണ്. എൻ്റെ അച്ഛനായിരുന്നു സ്വാമിയുടെ നേരത്തെ തുടക്കം മുതലേ ഉള്ള ഭക്തൻ. അപ്പോൾ കോഴിക്കോടിലെ ബിലാത്തികുളം സമിതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ. അപ്പൊ അച്ഛനും അമ്മയും അവിടെ പോകുന്ന സമയത്ത് അവിടുന്ന് അവിടുത്തെ മഹിളാ കോർഡിനേറ്റർമാരൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെ മോളുണ്ടെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇവിടെ ഒരു ബാലവികാസ് കുട്ടികളുടെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ കൊണ്ട് വിട്ടോളൂ പറഞ്ഞു. അങ്ങനെ എന്നെ ആ ബാലവികാസ്, അത് ബാലാമണി വല്യമ്മ എന്ന് പറയും, നമ്മളുടെ മുമ്പത്തെ ഗോപാലൻ സാറിന്റെ ഭാര്യയാണ്. ചിലവർക്കൊക്കെ അറിയാൻ മതിയോ, മുമ്പത്തെ വത്സല ചേച്ചിക്കൊക്കെ നല്ലോണം അറിയും ബാലാമണി വല്യമ്മ. അവരെ ആയിരുന്നു എൻ്റെ തുടക്കകാലത്തെ ബാലവികാസ് ഗുരു. പിന്നീട് അവിടുന്ന് ഗംഗ ചേച്ചീൻ്റെ അടുത്തു നിന്നാണ് കൂടുതൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഗംഗ ചേച്ചിയുടെ അടുത്തുനിന്ന് പിന്നെ അസിസ്റ്റന്റ് ഗുരുവായിട്ട് യൂത്തിനൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ബാലവികാസ് എടുക്കാൻ ഗംഗ ചേച്ചീൻ്റെ കൂടെ പോവാറുണ്ടായിരുന്നു. അങ്ങനെ 19-20 വയസ്സാകുന്ന സമയത്ത് ആ സമയത്തൊക്കെ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളെ വേഗം നല്ലൊരു കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഉത്തരവാദിത്വം. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു കുറെ പ്രപ്പോസലൊക്കെ വന്നു. അപ്പൊ വന്ന സമയത്ത് നമുക്ക് ഇവർ വന്നവര് ഡിവോട്ടീസ് ഒന്നുമല്ല, അല്ലാതെയും 1-2 കാരണത്താല് വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിന്റെ ഇതിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരു സംശയം. ഇപ്പൊ നമ്മളെ ഗംഗാ ഭാസ്കർ ഉണ്ടായിരുന്നല്ലോ നേരത്തെ നമ്മളുടെ മഹിളാ കോർഡിനേറ്റർ, അവർ ബിലാത്തികുളം സമിതിയിലെ മഹിളാ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ അമ്മ അവരോട് പറഞ്ഞു ഇങ്ങനെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്, എന്താ ചെയ്യാ, പിന്നെ ജാതകമൊക്കെ ചേരുന്നുണ്ട്, എന്നാലും എന്താ ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു ഇതും കൂടെ കിട്ടേണ്ടിയിരുന്നു. അപ്പൊ ചേച്ചാ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലോട്ട് ഇടുക എന്ന് പറയല്ലോ, അന്നിങ്ങനെ പുഷ്പം വെച്ചിട്ട് 2 പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് അമ്മനോട് പറഞ്ഞ് ഇന്ന പുഷ്പം കിട്ടിയാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഭഗവാൻ തന്ന മെസ്സേജ് ആയിട്ട് നമ്മൾ കരുതണം എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത്. അപ്പൊ 3 പ്രാവശ്യവും ഭഗവാന്റെ പാദത്തിൽ ആ പുഷ്പം ഇട്ട സമയത്ത് ഒരേ പുഷ്പം തന്നെയാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്ന ഒരു സിഗ്നൽ ആയിട്ട് അതിനെ കരുതുന്നത്. അങ്ങനെ കല്യാണ കത്തൊക്കെ അടിച്ച ശേഷം അമ്മ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഭഗവാന്റെ അടുത്ത് കത്ത് കൊടുത്തപ്പോ ഭഗവാൻ കത്ത് വാങ്ങിക്കുകയും ചെയ്ത്. അതും കൂടെ കണ്ടപ്പം ഒരു എന്താ പറയുമ്പോൾ പറയില്ലേ, പച്ചക്കൊടി കാട്ടിയ പോലെ തന്നെയാണ് അന്ന് തോന്നിയത്. പക്ഷെ എന്താ വെച്ചാല് കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ പോയ സമയത്ത് കാണുന്നത് ആ വീട്ടിലുള്ളവർക്ക് ഭഗവാൻ എന്താണെന്നോ സായിബാബയോ അങ്ങനെ സായിബാബ എന്ന് പേര് കേട്ടെന്നല്ലാതെ അവർക്ക് അതിനെപ്പറ്റി യാതൊരു വിധ അറിവും ഒന്നുമില്ല. അപ്പൊ ഞാനാണ് അവിടെ പോയിട്ട് ഇതൊക്കെ പറയുന്നതും സമ്മതിയുണ്ട് പോകണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പൊ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ നീ പോയിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അവരെല്ലാവരും കൂടെ പുട്ടപ്പുറത്തിൽ ഒരു ടൂർ എന്നുള്ള രീതിയിലൊക്കെ വന്നെന്നല്ലാതെ കൂടുതലായിട്ടൊന്നും ഇതിലേക്ക് ആരുമില്ല. പക്ഷെ എല്ലാവരും ഭക്തരൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാല് അവിടുന്ന് ഞാന് പിന്നെ ഇവർക്ക് എന്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദേഷ്യവും ഒക്കെ ഭയങ്കരം കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എന്ത് പറയുമ്പോഴും വഴക്കൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് നമ്മളെ നാമം എന്ന് പറഞ്ഞാൽ ഓം ശ്രീ സായിറാം, അതിലപ്പുറം വേറെ ഒന്നും അറിയില്ല. നമശിവായോന്നോ നാരായണെന്നോ അങ്ങനെ ഒന്നുമല്ല പഠിച്ചത്, ഓം ശ്രീ സായിറാം മാത്രമേ ഉള്ളൂ. കാരണം ആ ബാലമണി വല്യമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്നും മനസ്സിൽ അതാ നിൽക്കുന്നത്. ആരും നമ്മളോട് എന്ത് തന്നെ പറഞ്ഞോട്ടെ നമ്മളവിടെ ഓം ശ്രീ സായിറാം പറഞ്ഞു കഴിയുമ്പോൾ അവരിൽ നിന്ന് ഉണ്ടാകുന്ന റിയാക്ഷൻ ഭയങ്കര സൈലന്റ് ഇതിലേക്ക് മാറും, ആ ദേഷ്യമൊക്കെ മാറും എന്നൊക്കെ
പറഞ്ഞു തന്നിനി. പക്ഷെ അതൊന്നും അന്ന് ആ അർത്ഥത്തോടു കൂടി മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും അതിനോട് ഒന്ന് പകരം പറയാതെ ഓം ശ്രീ സായിറാം ഓം ശ്രീ സായിറാം മാത്രം പറയും. അപ്പൊ വീട്ടിലുള്ള മറ്റ് സിസ്റ്റേഴ്സും ബ്രദേഴ്സിന്റെ ഭാര്യമാരൊക്കെ ചോദിക്കും, അതായത് അലമാരയിൽ നമ്മൾ അയൺ ചെയ്ത് വെച്ചാല് ചിലപ്പോൾ ചുളിവുണ്ടെങ്കിൽ അലമാരന്ന് തുണികൾ മുഴുവനും വലിച്ചു പുറത്തിടുക, അല്ലെങ്കിൽ ഭക്ഷണം ടേസ്റ്റ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, മാറ്റി നിർത്തുക, അങ്ങനെ കുറച്ച് അങ്ങനത്തെയൊക്കെ വല്ലാണ്ടൊരു ഇതായിരുന്നു. പക്ഷെ അവിടെ ഒന്നും എനിക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓം ശ്രീ സായിറാം മാത്രം പറയുന്ന ഒരു ലെവലിലേക്ക് തന്നെ ആയിണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല അതങ്ങനെ തുടർന്നു. അപ്പം പെങ്ങന്മാരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് വിഷമാവൂല ഇങ്ങനെയൊക്കെ വഴക്ക് പറയുമ്പോ? അപ്പൊ ഞാൻ പറയും, ഇല്ല, ഞാൻ ഇങ്ങനെ മനസ്സിൽ ജപിക്കുന്നെന്ന് അവരോട് പറയും. അവർക്ക് ഓം ശ്രീ സായിറാം പറഞ്ഞാലും കൂടെ എന്താന്ന് അവർക്കും അറിയൂല. പക്ഷെ ഞാൻ പറയും, ഞാൻ ഇങ്ങനെ പറയും മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അപ്പൊ അവര് പറയും ചെയ്യും, ആ ശരിയാണല്ലോ, പെട്ടെന്ന് തന്നെ ആ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് കൂളായി വരുന്നുണ്ടല്ലോ, ദേഷ്യമൊക്കെ മാറുന്നുണ്ടല്ലോ. ശരിക്കും ഒരു അത്ഭുതം പോലെ തന്നെ നമുക്ക് അവിടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതേപോലെ എൻ്റെ അടുത്ത് പറയും, സമിതിയിൽ വേണമെങ്കിൽ നീ പൊയ്ക്കോ പറയും. അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിലാണ് സമിതിയിൽ പോവാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ സമയത്ത് ഞായറാഴ്ച ദിവസം എന്നെ കല്യാണം കഴിഞ്ഞ വീടിന്റെ അടുത്ത് വരുന്നത് ചാലപ്പുറം സമിതി എന്ന് പറയും, കോഴിക്കോടുള്ള. അപ്പൊ നമ്മൾ ഉണ്ണിയേട്ടനൊക്കെ ഉള്ള സമിതിയാണ്. അപ്പൊ ആ സമിതിയിലാണ് കല്യാണം കഴിഞ്ഞേരെ പോയത്. പ്ലാത്തോളത്ത് നിന്ന് പിന്നെ മാറി അവരുടെ ഭർത്താവിന്റെ വീട്ടിന്റെ അടുത്തുള്ള സമിതിയിൽ പോയി. അപ്പൊ പോവാ പറഞ്ഞാല് എന്നെ കൊണ്ടുവിടും. ഒരു 5:15 ആകുമ്പോ എന്നെ സമിതിയിൽ കൊണ്ടുവിടും. തിരിച്ച് എന്നോട് പറയും, എന്നെ വിളിക്കാൻ വരാ പറയും. അങ്ങനെ എന്നെ വിളിക്കാൻ വരുന്ന സമയത്ത് 7 മണിക്ക് സമിതി കഴിയും. പക്ഷെ 7:15 ആയാലും 7:30 ആയാലും ആളെത്തൂല. അപ്പൊ പുറത്ത് റോഡിൽ വന്ന് നിൽക്കുക. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാവും. അപ്പൊ ഉണ്ണിയേട്ടന്റെ കൂടെ ഉണ്ടാവും ഒരു മണിസ്വാമി എന്ന് പറഞ്ഞിട്ട്, എല്ലാവർക്കും അറിയാലോ. ആ മണിസ്വാമി പറയും, മോളെ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിനക്ക് കൂട്ടിന് നിന്നോളാം, ഹസ്ബൻഡ് വരുന്നവരെ ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ പറയും. അങ്ങനെ ഒരു 7:30 7:45 ആവുന്നവരെയും ഞാൻ അവിടെ ഉണ്ടാവും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കൂട്ടിയിട്ട് പോകും. ബൈക്കിൽ വരും, ബൈക്കിൽ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോവുക ചെയ്യുക. അപ്പൊ അങ്ങനെ പോയിരുന്നപ്പോ ഞാൻ കരുതി, അപ്പൊ വരുന്നത് എങ്ങനെയാ അറിയായിരിക്കും, കോഴിക്കോടില് പ്രസിദ്ധമായ മഹാറാണി ഹോട്ടൽ ഉണ്ട്, ബാറൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. മൂപ്പർ അവിടെയൊക്കെ പോയിട്ട് അത്യാവശ്യം മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. വലിയ മദ്യപാനിയൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ഫ്രണ്ട്സുകളുടെ കൂടെ ഇതേപോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ സമിതിയിൽ പോകുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ മദ്യപിച്ചിട്ട് ഉള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നത്. എന്നാ പിന്നെ ഞാൻ സമിതിയിൽ പോവണ്ട, എന്നാ പിന്നെ പോവില്ലല്ലോ, സൺഡേ അല്ല, വീട്ടിലിരുന്നോളല്ലോ വിചാരിച്ചിട്ട് ഞാൻ സമിതിയിൽ പോവാതെയായി. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയ സമയത്ത് ഇടയ്ക്കൊക്കെ എനിക്കറിയാം ബാലവികാസവും അതിന്റെ പ്രാധാന്യം ഒക്കെ എനിക്കറിയാലോ. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബാലവികാസിലൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യം ആണല്ലോ എന്നൊക്കെ അങ്ങനെ മനസ്സിലൊരു വിഷമാണെങ്കിലും കൂടിയിട്ട്, പക്ഷെ ഈ പറയുന്ന മാതിരി എപ്പോഴും ഓം ശ്രീ സായിറാം എന്നുള്ള ആ ഒരു തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങള് പിന്നെ നമ്മൾ പറയില്ലേ, സാഹചര്യവശാല് വേറെ വീട് വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ നമ്മളുടെ ഇപ്പൊ ഉള്ള വീട് എന്ന് പറഞ്ഞാൽ, അതായത് തറവാട് വീട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് സിറ്റീന്റെ നടുവില് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ അറിയില്ല, അത്രയ്ക്ക് ഗോകുലമാൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഗോകുലമാളൊക്കെ ഉള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ തറവാടുകളുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പുറത്തേക്ക്. അപ്പൊ അത്രയ്ക്കും ഉള്ള ഒരു സിറ്റീന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞങ്ങള് വീട് വെക്കുന്നത് 13 കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു ഗ്രാമത്തിലെ പോലെയുള്ള ഒരു സ്ഥലത്തിലാണ്. സാഹചര്യവശാല് അവിടെയാണ് വീട് വെക്കേണ്ടതായിട്ട് വന്നത്. പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് സ്വാമിയുടെ ഒരു സെലക്ഷൻ തന്നെയായിരുന്നു. അവിടെ പോയി താമസിച്ചത് മുതൽക്ക് പിന്നെ ഇതേപോലെ നമ്മുടെ കോഴിക്കോടിലെ ഒരു വേങ്ങേരിയില് സദാനന്ദേട്ടൻ എന്ന് പറയും, പണ്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ ഇതിന്റെ വീട്ടില് ഒരു സത്സംഗം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞേ, പിന്നെ അവരെ വീട്ടിലൊരു സത്സംഗം ഉണ്ട്, അന്ന് ലാൻഡ് ഫോൺ ആണ്. അപ്പൊ ലാൻഡ് ഫോണിൽ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ നിന്നെ ഇറക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ടൗണിൽ എന്തോ പോകേണ്ട ആവശ്യം വന്ന് അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ എന്നെ ആ വീട്ടിൽ ഇറക്കി തന്ന് ഹസ്ബൻഡ് കാറിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാറിൽ തന്നെ ഇരുന്ന് എന്നോടത്ത് പോയിക്കോളാൻ പറഞ്ഞു. അന്ന് നാരായണൻകുട്ടി സാർ, ഇപ്പൊ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു സത്സംഗമായിരുന്നു, ഒരു ഗുരുവായൂർ ഏകാദശിക്ക് രാത്രിയിൽ മുഴുവൻ നടത്തിയൊരു സത്സംഗമായിരുന്നു ആ വീട്ടില്. അപ്പൊ ഞാൻ വെച്ച് 1 മണിക്കൂറെങ്കിലും ഇരുന്നിട്ട് തിരിച്ചു പോവാ, കാരണം അവർ എന്നോട് പറഞ്ഞേ വെക്കം എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ചു പോവാന്ന് കരുതിയിട്ട് ഞാൻ കയറിയതാണ്. അപ്പൊ കയറിയപ്പോ ആ സദാനായിട്ട് എന്നോട് ചോദിച്ചു, മോളെ എന്താ സോമൻ വന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, കാറിലുണ്ട്, നിങ്ങളൊന്ന് വിളിച്ചോളീന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോയിട്ട്
പിന്നെ സോമേട്ടനെ വിളിക്കുകയാണ്. വിളിച്ചപ്പോ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെറിയ മോനും ഉണ്ടായിരുന്നു. ആ മോനെയും കൂട്ടിയിട്ട് വന്ന്, വലിയ മോനായിരുന്നു, അവനെയും കൂട്ടി, അവൻ ചെറിയ വാവയാണ്, അവനെയും കൂട്ടിയിട്ട് വന്ന് അവിടെ ഇരുന്ന് ഞാൻ പേടിച്ച് ഇതൊക്കെ ഇഷ്ടാവോ എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതൊരു അത്ഭുതമായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ ഈ ഒരു വഴിത്തിരിവ് എന്നൊക്കെ പറയില്ലേ. ആ സത്സംഗത്തില് അന്ന് 1 മണിക്കൂർ ഇരുന്നിട്ട് പോവാൻ ഇരുന്ന ആള് പുലർച്ചെ 4 മണി വരെ, അതായത് 9 മണിക്ക് കയറിയ ആള് 12 മണിയും കഴിഞ്ഞ് പുലർച്ചെ 4 മണിക്കായപ്പോഴാണ് എന്നോട് പറയുന്നത്, കഴിയാറായപ്പോഴാണ് പറയുന്നത്, എന്നാ ഇനി നമുക്ക് പോവല്ലേന്ന്. അവിടെ എന്താ ഭഗവാൻ അവിടെ ചെയ്തതെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് എത്തി. പുലർച്ചയായ സമയത്ത് വീടിന്റെ ഗേറ്റ് എത്തുന്ന സമയത്ത് കാണുന്ന എന്താ വെച്ചാല്, കാറിന്റെ ഡിക്കില് ബീറിന്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് പിന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റാതെ പൊട്ടിച്ചിട്ട്, ഞാൻ ഇതെന്താ പൈസ, അന്ന് 40 രൂപയാണെന്ന് തോന്നുന്നുണ്ട് ബീറിന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ആ 2 ബോട്ടിലാണ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ ഇത് വാങ്ങുന്ന പൈസക്ക് എനിക്ക് 2 പേർക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ എനിക്ക് പറ്റൂലേ. അങ്ങനെ ഒരു ഡയലോഗ് വന്നപ്പോ ഞാൻ ആകെ അതിശയിച്ചു. കാരണം ഇതെന്താ ഇങ്ങനെ, എന്താ സംഭവിച്ചത്? കാരണം ആ രാത്രിയിലെ സത്സംഗത്തില് ഭഗവാൻ അവിടെ പ്രവർത്തിച്ചു. അപ്പൊ ആ സത്സംഗം ഇപ്പോഴും സദാനേട്ടൻ പറയും, ഞങ്ങളെ വീട്ടിലൊരു സത്സംഗമാണ് സോമനെ ഇതിലേക്ക് ആക്കിയ സ്വാമി അതിനു വേണ്ടി. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതിനു വേണ്ടിയായിരിക്കും അന്ന് അവിടെ ആ സത്സംഗം നിങ്ങളുടെ വീട്ടിൽ നടത്തിയെന്ന് പറയും. അതോട് കൂടിയിട്ട് കംപ്ലീറ്റ് മദ്യപാനായാലും ശരി, ദേശീയായാലും വെജിറ്റേറിയൻ ആയിട്ടും എല്ലാ കാര്യത്തിലും മാറ്റം വന്നത് ആ ഒരു ദിവസമായിരുന്നു. അതിനുശേഷം സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് ഭജൻ മണ്ഡലിയായിട്ട് വലിയ രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ബാലവികാസ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഭജൻ സെന്റർ ആയിട്ട് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ക്യാമ്പ്, കാരണം ആള് തീരുമാനിച്ചു ഞാൻ എൻ്റെ ഈ പൈസ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടിയിട്ടാണ് ചെലവാക്കാൻ പോകുന്നത്. അങ്ങനെ മന്ത്ലി എല്ലാ മാസവും ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട്, കൊയിലാണ്ടിയിലുള്ള സതീശൻ ഡോക്ടറുണ്ട്, ആ ഡോക്ടറിനെ എല്ലാ മാസവും പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുക. ഇങ്ങനെ എല്ലാ പ്രവർത്തനവും ഉഷാറെ. ആദ്യം ഒരു ബാലവികാസായിരുന്നു, പിന്നെ അത് 3 ബാലവികാസായി, പിന്നെ ഓരോ അടുത്തടുത്തായിട്ട്. ഇപ്പൊ നമ്മളുടെ ഓണം കഴിഞ്ഞ ഓണം പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ടാവും, കീർത്തന പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി നമ്മളുടെ പ്രോഗ്രാം, അവളായിരുന്നു കൊറിയോഗ്രാഫറൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കുട്ടി അന്ന് പിന്നെ ഒരു ചെറിയ 4 വയസ്സുള്ള സമയത്ത് ബാലവികാസിൽ, 4-5 വയസ്സുള്ള ബാലവികാസിലും വന്നു തുടങ്ങി. കാരണം അവിടെ നമുക്ക് ബാലവികാസ് ഉണ്ടായിരുന്നു ആ യൂണിറ്റിൽ അവിടെ. അപ്പൊ അവിടുന്ന് 55 കുട്ടികളാണ് നമ്മളുടെ യൂണിറ്റിൽ നിന്ന് എല്ലാവരും കൂടെ പുട്ടപ്പുറത്തിയിൽ പ്രോഗ്രാമിന് വന്നിരുന്നത്. അപ്പൊ അതൊക്കെ നോക്കണം. ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് 3 ബസ്സിനാണ് ആളുകൾ പോകുന്നത്, പാരന്റ്സ് അടക്കം 3 ബസ്സിന് പോകുന്നത്. ഇതൊക്കെ ഈ ഒരു 5-8 വർഷത്തിന്റെ ഉള്ളിലാണേ പറയുന്നത് അവിടെ യൂണിറ്റുകൾ വരുന്നതും പാരന്റ്സ് വരുന്നതും. അങ്ങനെ ഈ കീർത്തന പ്രദീപിനെ സ്വാമി, അന്ന് ചെറിയ കുട്ടിയാണ്, അവൾക്ക് മാല സൃഷ്ടിച്ചു കൊടുക്കുന്നത്. ആ കുട്ടിയാണ് ഇന്ന് കല്യാണം കഴിഞ്ഞു, ഇപ്പൊ പ്രോഗ്രാം പുട്ടപ്പുറത്തിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് വന്നത്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ നേരത്തെ കൂട്ടിയിട്ട് കണ്ടിരുന്നു എന്നുള്ളത് ഒരാളിന്റെ മാറ്റത്തിൽ നിന്ന് നോക്കണം. ഒരു വ്യക്തിയുടെ മാറ്റത്തിൽ നിന്ന് എത്ര വലിയ സംഭവമാണ് ഉണ്ടാക്കാൻ പറ്റിയതെന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്ന. അതിനുശേഷം സോമേട്ടന്റെ ആദ്യം ജില്ലേന്റെ കോർഡിനേറ്റർ ആയിരുന്നു, പിന്നെ ഇപ്പൊ സ്റ്റേറ്റിന്റെ ഭർത്തി സേവേന്റെ ഒക്കെ കോർഡിനേറ്റർ ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഒരു രീതിയിലും ബാലവികാസം ഒന്നും വേണ്ട. സ്വാമി പറയുന്നത് ഞാൻ നിന്നെ അല്ലെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വർഷങ്ങളുടെ പരിമിതി വെച്ചിട്ടല്ല എന്നുള്ള തെളിയുന്ന ഒരു സംഭവം കൂടിയായിരുന്നു അത്. അങ്ങനെ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും പറഞ്ഞു, ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുന്നപ്പോ വീട്ടിലുള്ള സിസ്റ്റർ ഇൻ ലോ ആയാലും അവരും ഡ്യൂട്ടിക്ക് വന്ന്, അമ്മ, മറ്റേ ബ്രദേഴ്സിന്റെ ഭാര്യമാര്, പിന്നെ പെങ്ങളെ മക്കളുകൾ കോയമ്പത്തൂരുണ്ട്, അവരൊക്കെ ഇപ്പൊ അവിടെ സമിതിയിൽ ആക്റ്റീവാണ്. അങ്ങനെ എല്ലാവരും ഇതിലേക്ക് ഇൻവോൾവ് ആയി. എല്ലാ രീതിയിലും നമുക്ക് സ്വാമി മാറ്റം വരുത്താൻ എന്താ പറയാ അവസരം തന്നു. സമയപരിമിതി മൂലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. പറയുകയാണെങ്കിൽ കുറെ കൂടെ ഇനിയും ഉണ്ട്, കാരണം ഇത്ര സമയമല്ലേ നമുക്ക് അനുവദിച്ചു തന്നത്. സായിരാം. നമുക്ക് പറയാൻ ഇനി സമയം വരും. 1 വർഷം നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് എല്ലാവരും വീണ്ടും വിളിക്കേണ്ടി വരും. അപ്പൊ നിഷയ്ക്ക് പറയാട്ടോ.
സൈറാം. താങ്ക് യു സോ മച്ച്. ഭഗവാന്റെ ഇത് ఒకనొక సమయం లోపల At one time, ముగ్గురు తల్లులు ఏకమైనారట. 3 mothers met at one. రాముల తల్లి ఒక ఆమె, One is the mother of Rama, హనుమంతుని తల్లి ఒక ఆమె, other is the mother of అగస్త్యుని తల్లి Hanuman, ఒక ఆమె. and the mother is of the మూడు same. ఆడవారు చేసిన సుగుణాకర పట్టపగలు చుక్కలు రానున్నట. When the 3 ladies meet, you can understand what kind of havoc there could be. వీరు చేరినటువంటి వారు ఊరుకు ఉండకూడదా? These 3 didn't remain silent. అమ్మా నీవెవరు అని కౌసల్య అడిగిందట హనుమంతుని తల్లిని. Kausalya, the mother of Rama, asked the mother of Hanuman, "Who are you? అమ్మా మీకు తెలియదా? Don't you know me?" యావత్ ప్రపంచమునకే తెలిసినటువంటి కుమారుడు హనుమంతుడు. Hanuman is known to the whole world. హనుమంతు నామం చెప్పిన దగ్గరంతా రాముడు ఉంటుంటాడు. Wherever the name of Hanuman is రామనామం sung, చెప్పిన దగ్గరంతా హనుమంతుడు ఉంటాడు. wherever Rama's name is sung, రామ హనుమంతులకు Hanuman. అన్యోన్య అనురాగము, Rama and Hanuman are అవినాభావ inseparable. సంబంధము, That's interrelationship. ఏకాత్మ తత్వము. It's only one you. అటువంటి హనుమంతుని యొక్క తల్లిని నేను అని. I am the mother of Hanuman. ఓహో, అతనే ఈ లంకనంతా కూడాను చేరడానికి పెద్ద సముద్రాన్ని కూడా దాటిపోయాడు అనండి. Is that so? He was responsible for crossing that mighty ocean in ఈ such a మాట manner. వినేటప్పటికి అగస్త్యుని తల్లి, ఓహో నీ కుమారుడు చేసినటువంటి పని గొప్పదేమి కాదు. Then the mother of the sage Agastya said, "The deeds of your son are not that సముద్రాన్ని great. దాటినాడు నీ కుమారుడు. Your son crossed the నా ocean. కుమారుడు సముద్రాన్ని మింగివేశాడు. My son could swallow the whole ocean." అలాంటి అగస్త్యుని తల్లిని నేను అన్నా. I am the mother of that sage Agastya. ఇద్దరు చేరి కౌసల్యని ప్రశ్నించారట, మీరెవరమ్మా అని. Both of them questioned Kausalya, the mother of Amma. Rama. ఏ హనుమంతుడు లంకను దాటాడు, ఏ అగస్త్యుడు ఈ నీళ్ళంతా కూడా మింగాడు, ఆ యొక్క శక్తికి రాములైనటువంటి ఒక కుమారుని యొక్క తల్లిని అన్నాడు. And she said, "Listen to me. The strength that Agastya could have as to make him swallow the ocean, the strength of Hanuman that made him cross this ocean is the strength of Rama and the mother of Rama," she said. ముగ్గురు సంభాషణ జరిగే సమయం లోపల రాములు ప్రవేశించాడట. At the end of the conversation, there stepped in Ramachandra. ఏమిటమ్మా ఇంత గొప్పగా చెప్పుకుంటున్నారు నా విషయము అన్నాడు. "What is it you are speaking about me in such a high way?" అమాయకుడి వలె ప్రశ్నించాడు వాళ్ళను. He asked them innocently. తాను దైవస్వరూపుడు అయినప్పటికీ, Though he is God, సాక్షాత్ నారాయణుడు అయినప్పటికీ though he is the manifestation of God, అమాయకు నరుడు వలె తాను ప్రవర్తిస్తూ he వచ్చాడు. behaved like an ordinary man. అమ్మా హనుమంతుడు తన భక్తి ప్రపత్తుల చేతనే లంకను దాటాడు. Hanuman could cross this ocean because of his steadfastness and అగస్త్యుడు sincerity. తన భక్తి శ్రద్ధలతోనే తన జలమునంతా మింగాడు. Agastya could swallow the ocean because of his devotion. నేను కాదు, I didn't do that. నేను గొప్పవాడు కాదు, I'm not నేను great. సామాన్యమైన మానవుడు. I'm an ordinary man. నా ఈ దేహమునకు పెట్టినటువంటి నామమే సర్వశక్తి స్వరూపము అన్నాడు. It is the name that this body bears is highest and the biggest and most powerful. నేను కేవలము నిమిత్త మాత్రుణ్ణి. I am only a plea here. ఆ నా నామమే సర్వమును కూడాను సమకూర్పజేస్తుండాలి. It is my name that accomplishes సర్వశక్తి everything. కూడాను ఈ నామం నందే ఉంటుండాలి. All mighty powers are latent in the ఈ name. నామం యొక్క మహత్తరం శక్తి చేతనే ఈ దేహం కూడాను కదిలిపోతుండాలి. It is the mystery of this name that makes this body move. നിഷ പാടിക്കോളൂ കേട്ടോ. സായിറാം ഭജന പാടുന്നത് നമ്മളുടെ സ്റ്റേറ്റ് ഭജന ഇൻചാർജ് പ്രപഞ്ചകുമാർ ഉണ്ട് കോഴിക്കോട്ടില്. അവരുടെ മകളാണ് അശ്വതി. ശരി സൈറാം. അശ്വതി. സൈറാം. ശ്രീ ഗുരുദേവ കരുണാരമണ ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ശ്രീശാരമണ സദ്ഗുരുദേവ ശ്രീശാരമണ സദ്ഗുരുദേവ കരുണാരമണ ശ്രീ ഗുരുദേവ ഭവഭയഹരണ ശ്രീ സായി ദേവാ ഭവഭയഹരണ ശ്രീ സായി ദേവാ ഗുരു ഹൈ സത്ചിത് ആനന്ദ
देवा गुरु है सत्यचित आनंद देवा आनंद देवा श्री साई देवा आनंद देवा श्री साई देवा करुणारमण श्री गुरुदेवा श्रीशारमण सद्गुरुदेवा करुणारमण श्री गुरुदेवा भवभयहरण श्री साई देवा गुरु है सत्यचित आनंद देवा आनंद देवा श्री साई देवा आनंद देवा श्री साई देवा करुणारमण श्री गुरुदेवा സായിരാം. സായിരാം. സായി ഉപമ. നിങ്ങളുടെ മനസ്സ് ഭൗതിക ശാസ്ത്രത്തെ പരമ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. ബുദ്ധിയാകട്ടെ യുക്തിയാണ് പരമാധികാരി എന്ന് വിശ്വസിക്കുന്നു. അവ രണ്ടിനെയും ഉരച്ചു നോക്കി തേച്ച് മിനുക്കിയെടുക്കേണ്ടതുണ്ട്. അവ വളരെ വേഗത്തിൽ മലിനമാകുന്നവയാണ്. അവയെ നിരന്തരമായ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിത്തളപാത്രത്തെ പുളി ഉപയോഗിച്ച് തേച്ച് കഴുകി ഉണക്കുമ്പോൾ സ്വർണം പോലെ അവ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ മനസ്സിനെ നന്മ, സേവനം, ഈശ്വരനാമജപം, പ്രയോജനകരമായ പദ്ധതി നിർവഹണം, സൽപ്രവർത്തികൾ, ലോക നന്മയ്ക്കായിട്ടുള്ള ധ്യാനം എന്നിവയിലൂടെ ശുദ്ധീകരിക്കേണ്ടതാണ്. ജയ് സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും